നമസ്കാരം. സംസ്ഥാനത്തെ മുഴുവൻ പേ പാർക്കിങ്ങിലും സുരക്ഷ സംബന്ധിച്ച് എന്തെങ്കിലും പരിശോധന നടക്കുന്നുണ്ടോ? സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ടോ? ഒരപകടമോ ദുരന്തമോ ഉണ്ടായാലേ ബന്ധപ്പെട്ട അധികാരികൾ സുരക്ഷാ പരിശോധന നടത്തൂ എന്നുണ്ടോ? ഈ ചോദ്യങ്ങളെല്ലാം ഇപ്പോൾ ചോദിക്കേണ്ടി വരുന്നത് തൃശൂരിൽ ഇന്ന് രാവിലെ ഉണ്ടായ തീപിടുത്തത്തെ തുടർന്നാണ്. മാധ്യമങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നടപടിയെടുക്കേണ്ട അധികാരികൾ അതെടുക്കും വരെ. ന്യൂസ് ടൈമിലേക്ക് പോകാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ വൻ തീപിടുത്തം. 500-ലധികം ബൈക്കുകൾ കത്തി നശിച്ചു. സ്റ്റേഷനിൽ നിർത്തിയിട്ട തിരുവനന്തപുരം ഡിവിഷന്റെ എഞ്ചിനിലേക്കും തീ പടർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ചെങ്കിലും പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് വെള്ളാങ്ങല്ലൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന മല്ലിക ആനന്ദൻ. മത്സരിച്ച വാർഡിലെ വോട്ടർക്ക് ഇലക്ട്രിക് വീൽ ചെയർ നൽകാമെന്ന വാക്കാണ് മല്ലിക ഇൻകാസുമായി ചേർന്ന് പാലിച്ചത്. അരനൂറ്റാണ്ടിന്റെ സാമുദായിക സേവന മേഖലയിൽ കുഴിക്കാട്ടുശ്ശേരി KPMS ശാഖ. പട്ടികജാതി മേഖലയിലെ മികവാർന്ന പ്രവർത്തന പാരമ്പര്യത്തിലൂന്നി KPMS സുവർണ ജൂബിലി ആഘോഷം നടത്തി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ വൻ തീപിടുത്തം. 500-ലധികം ബൈക്കുകൾ കത്തി നശിച്ചു. സ്റ്റേഷനിൽ നിർത്തിയിട്ട തിരുവനന്തപുരം ഡിവിഷന്റെ എഞ്ചിനിലേക്കും തീ പടർന്നു. റെയിൽവേ ഇലക്ട്രിക് കേബിളിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായതെന്ന് ദൃക്സാക്ഷി. ആളപായമില്ല. ഒഴിവായത് വൻ ദുരന്തം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ബൈക്ക് പാർക്കിംഗിൽ വൻ തീപിടുത്തം. റെയിൽവേ സ്റ്റേഷന്റെ പിൻവശത്തെ ബൈക്ക് പാർക്കിംഗ് ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. നിരവധി ബൈക്കുകൾ കത്തിനശിച്ചു. ഇന്ന് രാവിലെ 6ഓടെയായിരുന്നു സംഭവം. റെയിൽവേ സ്റ്റേഷനിലുണ്ടായ വൻ തീപിടുത്തത്തിൽ കറുത്ത കട്ടിപ്പുക മുകളിലേക്ക് ഉയർന്നത് കിലോമീറ്റർ ദൂരെ വരെ കണ്ടിരുന്നു. തൃശൂരിന് പുറമെ ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയത്. റെയിൽവേ സ്റ്റേഷന്റെ 2ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള വലിയ മരത്തിനും തീ പിടിച്ചു. റെയിൽവേ സ്റ്റേഷന്റെ പിൻവശത്തെ വഴിയിലൂടെയുള്ള ഗതാഗതം ഫയർഫോഴ്സും പോലീസും നിരോധിച്ചിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പടരാതിരിക്കാനുള്ള തീവ്രശ്രമവും ഫയർഫോഴ്സ് നടത്തുന്നുണ്ട്. ഇതുവരെയും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല. ഈ ഭാഗത്തുണ്ടായിരുന്ന മറ്റു വാഹനങ്ങളെല്ലാം ഫയർഫോഴ്സ് നീക്കം ചെയ്തു. ഇരുമ്പ് ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയുള്ള ബൈക്ക് പാർക്കിംഗ് കേന്ദ്രമാണ് കത്തി നശിച്ചത്. ഇതിനു മുകളിലൂടെ വെള്ളം പമ്പ് ചെയ്യുന്നത് ദുഷ്കരമായിരുന്നു. തുടർന്ന് വശങ്ങളിലൂടെയും വെന്റിലേഷനിലൂടെയും വെള്ളം അകത്തേക്ക് പമ്പ് ചെയ്താണ് തീ അണയ്ക്കാൻ ഫയർഫോഴ്സ് ശ്രമിച്ചത്. തീപിടുത്തത്തിൽ തീഗോളങ്ങൾ മുകളിലേക്ക് ഉയർന്ന കാഴ്ചകളും ദൃശ്യമായിരുന്നു. പൊട്ടിത്തെറിക്ക് സാധ്യതയുള്ളതിനാൽ കനത്ത ജാഗ്രതയിലാണ് പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തകരും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. സമീപകാലത്ത് തൃശൂരിലുണ്ടായ ഏറ്റവും വലിയ തീപിടുത്തമാണിത്. സമീപത്തെയും സംഭവസ്ഥലത്തെയും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട്. റെയിൽവേ ട്രാക്കിനോട് ചേർന്നാണ് തീപിടുത്തമുണ്ടായതെങ്കിലും ട്രാക്കിലേക്ക് പടർന്നിട്ടില്ല. ഈ ഭാഗത്തെ വീടുകളിലെ ആളുകളെയും ഒഴിപ്പിച്ചിട്ടുണ്ട്. 2ാം ഗേറ്റിലെ ടിക്കറ്റ് കൗണ്ടറും പൂർണ്ണമായും കത്തി നശിച്ചു. നിർത്തിയിട്ടിരുന്ന എഞ്ചിനും കത്തി. എഞ്ചിൻ തീപിടുത്തമുണ്ടായ സ്ഥലത്തു നിന്നും മാറ്റി. പാർക്കിംഗ് കേന്ദ്രത്തിൽ ടിക്കറ്റ് നൽകാനുണ്ടായിരുന്ന 2 സ്ത്രീകൾ ഓടി രക്ഷപ്പെട്ടു. 5 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. 500ഓളം ബൈക്കുകൾ ഷെഡിലുണ്ടായിരുന്നു. ഷെഡിലുണ്ടായിരുന്ന എല്ലാ ബൈക്കുകളും കത്തിയതായാണ് പ്രാഥമിക നിഗമനം. 6:30യോടെയാണ് പുക ഉയർന്നത്. ആദ്യം 2 ബൈക്കുകളാണ് കത്തിയത്. പിന്നീട് തീ പടർന്നു പിടിക്കുകയായിരുന്നു. റെയിൽവേ ലൈനിന്റെ മുകളിൽ നിന്ന് ബൈക്കിലേക്ക് തീ വീണതാണ് തീപിടുത്തത്തിന് കാരണമായതായി സംശയിക്കുന്നത്. മീഡിയ ടൈം, തൃശൂർ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ചെങ്കിലും പറഞ്ഞ വാക്കു പാലിച്ചുകൊണ്ട് വെള്ളാങ്ങല്ലൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന മല്ലിക ആനന്ദൻ. മത്സരിച്ച വാർഡിലെ വോട്ടർക്ക് ഇലക്ട്രിക് വീൽ ചെയർ നൽകാമെന്ന വാക്കാണ് മല്ലിക ഇൻകാസുമായി ചേർന്ന് പാലിച്ചത്. വീൽ ചെയർ കഴിഞ്ഞ ദിവസം കൈമാറി. വെള്ളാങ്ങല്ലൂരിൽ നിന്നുള്ള ആർദ്രമായ ഒരു സേവന വാർത്ത. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ മത്സരിച്ചിരുന്ന മല്ലിക ആനന്ദൻ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്റെ പര്യടനത്തിനിടെ ഒരു വീട്ടിലെത്തി. ആ വീട്ടിൽ അപകടത്തെ തുടർന്ന് നട്ടെല്ലിന് ക്ഷതം വന്ന് നടക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു വോട്ടറെ കാണുന്നു. നടക്കാൻ കഴിയാത്ത പെൺകുട്ടിക്ക് ഇലക്ട്രിക് വീൽചെയർ സംഘടിപ്പിച്ചു നൽകാമെന്ന് സ്ഥാനാർത്ഥിയായിരുന്ന മല്ലിക ഉറപ്പു നൽകി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മല്ലിക പരാജയപ്പെട്ടു. പക്ഷേ പറഞ്ഞ വാക്ക് മല്ലിക പാലിച്ചു.
മല്ലിക ഇൻകാസ് എന്ന ദുബായ് ആസ്ഥാനമായ സംഘടനയെ സമീപിക്കുകയും സംഘടനയിലെ ആരിഷ് അബൂബക്കറിന്റെ നേതൃത്വത്തിൽ ഇലക്ട്രിക് വീൽചെയർ നൽകുകയും ചെയ്തു. ഇൻകാസ് തൃശൂർ ജില്ലാ ഗ്ലോബൽ കോർഡിനേഷൻ ചെയർമാൻ NP രാമചന്ദ്രൻ, കോർഡിനേറ്റർ ചന്ദ്രപ്രകാശ് ഇടമന എന്നിവർ ഇലക്ട്രിക് വീൽചെയർ കൈമാറി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അയൂബ് കരൂപ്പടന്ന, കോൺഗ്രസ് നേതാക്കളായ ധർമ്മജൻ വില്ലേടത്ത്, A ചന്ദ്രൻ, റസിയ അബു തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, വെള്ളാങ്ങല്ലൂർ. അരനൂറ്റാണ്ടിന്റെ സാമുദായിക സേവന മേഖലയിൽ കുഴിക്കാട്ടുശ്ശേരി KPMS ശാഖ. പട്ടികജാതി മേഖലയിലെ മികവാർന്ന പ്രവർത്തന പാരമ്പര്യത്തിലൂന്നി KPMS സുവർണ ജൂബിലി ആഘോഷം നടത്തി. ശാഖാ പ്രസിഡന്റ് NV വേണു അധ്യക്ഷനായ സമ്മേളനം KA തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അടിസ്ഥാന ജനത ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടനുഭവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ വികാസത്തിന് തടസ്സം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നത്. പിന്നിട്ട സഭയുടെ 54 വർഷത്തെ സാമൂഹ്യ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ രാജ്യത്തിൻ്റെ സാമൂഹ്യ വികാസനത്തിനും പുരോഗതിക്കും ശിഷ്യ സമുദായത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും വളരെ ഗൗരവപൂർവ്വം ഇടപെടൽ നടത്തുന്ന ഒരു സ്ഥാനമാണ് കേരളത്തിലെ നമുക്കറിയാം. ഇപ്പോൾ ഇന്ന് അടുത്ത 2 ദിവസത്തിൽ പത്രങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളിലും കാണാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ 2 മുന്നണികൾ തമ്മിൽ 2% വോട്ടിൻ്റെ വ്യത്യാസങ്ങളില്ല. ലോചന നമ്പാട്ട് മുഖ്യാതിഥിയായി. വാർഡംഗങ്ങളായ മിനി പോളി, ജുമൈല സഗീർ, KPMS ഭാരവാഹികളായ PV അജിത, PK ശിവൻ, CV ബാബു, ചന്ദ്രൻ മനവളപ്പിൽ, PC ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്കിന്റെയും ചാലക്കുടി ഐ വിഷൻ ഹോസ്പിറ്റലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര നിർണയ ക്യാമ്പും നടന്നു. ക്യാമ്പ് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് VM വത്സൻ, ഭരണസമിതി അംഗങ്ങളായ KV ഡേവിസ്, KK പരമു, KR ഉണ്ണിക്കണ്ണൻ, നൌഫിയ നൌഷാദ്, രേഖ അനിൽ, സെക്രട്ടറി NS സനൂഷ എന്നിവർ സംബന്ധിച്ചു. കുഴൂർ തുമ്പരശ്ശേരി ഇടവക ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും പരിശുദ്ധ സെബാസ്തിനോസിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ പ്രിൻസ് പരതാന CMI മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടൻ തിരുനാൾ സന്ദേശം നൽകി. മക്കളുടെ ജീവിതത്തിൽ ഞാൻ ആശ്വാസം കൊടുക്കും. അവർ വിജയിക്കാത്ത മേഖലയിൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതം. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ തിരുനാൾ ദിവസം വിശുദ്ധ സെബസ്ത്യാനോസ് ആവട്ടെ, ഈ പറയുന്ന വിശുദ്ധ അന്തോണീസ് ആവട്ടെ, പരിശുദ്ധ അമ്മയാവട്ടെ, നമ്മളോട് പറയുന്നത് എന്റെ മാധ്യസ്ഥടുത്ത് ഈ വിശുദ്ധരോട് ചേർന്ന് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ വികാരണ ഈശോയ്ക്ക് നിന്റെ ജീവിതത്തിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ഇന്ന് ഇവിടെ നിന്ന് ഈ പറയുന്ന വചനത്തിന്റെ അഭിഷേകത്തോടുകൂടെ നീ പ്രാർത്ഥിച്ച 1 വർഷത്തിനുള്ളിൽ, അടുത്ത വർഷം ഈ തിരുനാളിന് മുമ്പ് നിന്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടത് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റും. പുത്തഞ്ചിറ കൊമ്പത്തുകടവ് സേവ്യൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ സെബാസ്തിനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുനാൾ ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വിശുദ്ധ കുർബാന, പ്രസുതേന്തി വാഴ്ച എന്നിവ നടന്നു. റവറന്റ് ഫാദർ ജോണി മേനാച്ചേരി കാർമ്മികത്വം വഹിച്ചു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ വൻ തീപിടുത്തം. 500-ലധികം ബൈക്കുകൾ കത്തി നശിച്ചു. സ്റ്റേഷനിൽ നിർത്തിയിട്ട തിരുവനന്തപുരം ഡിവിഷന്റെ എഞ്ചിനിലേക്കും തീ പടർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ചെങ്കിലും പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് വെള്ളാങ്ങല്ലൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന മല്ലിക ആനന്ദൻ. മത്സരിച്ച വാർഡിലെ വോട്ടർക്ക് ഇലക്ട്രിക് വീൽ ചെയർ നൽകാമെന്ന വാക്കാണ് മല്ലിക ഇൻകാസുമായി ചേർന്ന് പാലിച്ചത്. അരനൂറ്റാണ്ടിന്റെ സാമുദായിക സേവന മേഖലയിൽ കുഴിക്കാട്ടുശ്ശേരി KPMS ശാഖ. പട്ടികജാതി മേഖലയിലെ മികവാർന്ന പ്രവർത്തന പാരമ്പര്യത്തിലൂന്നി KPMS സുവർണ ജൂബിലി ആഘോഷം നടത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.